ഹായ് എവരി വൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു റിച്ച് ചാറ്റ് ടോക്സ്. സോ ഇന്ന് മൺഡേ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഡേ ആയിരുന്നു. ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഈ ട്രേഡ് എടുത്ത് എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഇന്ന് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സോ ഈ ട്രേഡിൻ്റെ ലോജിക്ക് നമുക്കറിയാമല്ലോ. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഈ റേഞ്ചിന് മുകളിൽ, അതായത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, ഒരുമിച്ച് ഇരുന്ന് അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ വരുവാണെങ്കിൽ, ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ട്രേഡ് എടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ രാവിലെ ഒരു 9:15 നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യുക, ഒരു 9:30 9:40 വരെയൊക്കെ വെയിറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ട്രേഡ് വരുന്നത് നോക്കാം. 9:30 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂവ്മെൻറ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ നമ്മൾ ബുള്ളിഷ്, അതായത് സെക്കൻഡ് ക്യാൻഡിൽ ഇവിടെ നമ്മൾ ബുള്ളിഷ് എൻട്രി പോകും. ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ളത് 22,620 സേഫ്. 28 സേഫായിട്ട് 20 പറഞ്ഞിരുന്നു. ബട്ട് ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്നും കൂടെ മുകളിലോട്ട് പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സിറ്റ് ആവാൻ. ഓക്കെ, അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സിറ്റ് ആവും. നമ്മുടെ ഓൾറെഡി നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വാട്ടവർ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ചെറിയൊരു റിവേഴ്സ് കാണിച്ചു. റിവേഴ്സ് അല്ല, വാട്ടവർ, ഈ ഒരു ചിലപ്പം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുക്കാൻ വേണ്ടി വന്നതായിരിക്കാം മേ ബി. സോ അത് കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് ഞാൻ അടച്ചു വെച്ചിരുന്നു കേട്ടോ. ഞാൻ കടന്നു ഉറങ്ങിയായിരുന്നു. എനിക്കറിയാം, പറഞ്ഞിട്ടില്ല, ഞാൻ നാട്ടിലല്ല, ഇന്ത്യയിലല്ല ഉള്ളത്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടവർ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്ത് കാണുന്നത്. സോ എക്സ്പെക്റ്റ് ചെയ്യുന്നു ആ ട്രേഡ് എല്ലാവരും എടുത്തിട്ടുണ്ടാവും. ടെലഗ്രാമിലുള്ള എല്ലാവരും ആ ട്രേഡ് എടുത്തിട്ടുണ്ടാവും. എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക എങ്ങനെയായിരുന്നു നമ്മുടെ ട്രേഡെന്ന്. പിന്നെ മറ്റൊരു ട്രേഡ് ഏഞ്ചൽ 1 ആയിരുന്നു. നമ്മുടെ ഏഞ്ചൽ 1 നമ്മുടെ SL ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മുകളിലോട്ട് വിചാരിച്ച പോലെ സസ്റ്റെയിൻ ചെയ്തില്ല. കറക്റ്റ് SLൻ്റെ റേഞ്ചിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വാട്ടവർ, നിഫ്റ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ നിഫ്റ്റിയിൽ നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഞാൻ നോക്കാറില്ല അങ്ങനെ. ഓക്കെ, ഫിൻ നിഫ്റ്റിയും രാവിലെ ഒന്നും മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ നിഫ്റ്റിയിലാണ് നോക്കുന്നത്. നമുക്ക് നിഫ്റ്റിയിൽ നല്ല ട്രേഡ് ഉണ്ടായിരുന്നു. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ നാളത്തെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല. നമുക്ക് നാളെ ഈ ഒരു നാളെ ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്രൈസ് ആക്ഷൻ നോക്കാം എങ്ങനെയാണ് നാളത്തെ. നമ്മൾ ഓൾറെഡി ലെവൽസ് വരച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഈ ലെവൽസ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഈ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ ഈ ലെവൽസ് എങ്ങനെയാണ് വരച്ചതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ലെവൽസ് ബ്രേക്ക് ആയിട്ടില്ല. ഈ ലെവൽസ് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ഡീറ്റെയിൽ അനാലിസിലോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഈ ലെവലിൽ തന്നെ മതി നമുക്കിപ്പം. കാരണം ഇതിപ്പം എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് നിൽക്കുന്നത്. സോ നാളെ നമ്മുടെ വ്യൂ കറക്റ്റ് നമുക്ക് കൺഫേം ആണ്. നാളെ ഈ 650 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് 25,650 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വ്യൂ ബുള്ളിഷ് ആയിരിക്കും. നമ്മുടെ വ്യൂ ബുള്ളിഷ് തന്നെയാണ് മാർക്കറ്റിൽ. ബിയറിഷിലോട്ട് നമ്മളിപ്പോൾ പോകുന്നില്ല. നാളെ പിന്നെ ഈ ലോ നാളെ ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് ആക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ താഴോട്ടുള്ള ട്രേഡ് എങ്ങനെയായത് നാളെ ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ജോയിൻ ചെയ്യാം. അതിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. നാളെ ഒരു ട്രേഡ് താഴോട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 25,500 താഴെ ബ്രേക്ക് ചെയ്തിട്ട് ആ പ്രൈസ് ആക്ഷൻ വെച്ച് നമ്മൾ ട്രേഡ് എടുക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടിൽ ചിലപ്പം താഴെ വന്നിട്ട് തിരിച്ച് മാർക്കറ്റ് പിന്നെ പുഷ് ചെയ്യും. അപ്പോൾ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടിൽ നമ്മൾ ട്രേഡ് എടുക്കത്തില്ല. ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് തിരിച്ച് പുഷ് ചെയ്യും. അതിലെന്തെങ്കിലും നമ്മൾ ട്രേഡ് എടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പ്രൈസ് ആക്ഷൻ നോക്കി ബൈ ട്രേഡിലോട്ട് നമ്മൾ പോകും. ഒരു താഴോട്ടുള്ള ട്രേഡിലോട്ട് നമ്മൾ പോകത്തില്ല. അതല്ല, താഴോട്ടുള്ള പ്രൈസ് ആക്ഷൻ നമുക്ക് ബിയർ സെൻറ്റിമെൻറ്റ്സ് കാണുകയാണെങ്കിൽ നമ്മൾ ചെറിയ ഒരു പോയിന്റ്സിന് വേണ്ടി നമുക്ക് പോകാം. പക്ഷെ നമ്മുടെ മേജർ സപ്പോർട്ട് താഴെയുണ്ട്. 25,400 300 ഈ ഒരു ഏരിയ സപ്പോർട്ട് താഴെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പോയിന്റ് വേണ്ടി നാളത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കട്ടെ. അല്ലാതെ ഞാൻ ഇപ്പോഴേ ആ ട്രേഡ് ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. ബട്ട് മുകളിലത്തെ ട്രേഡ് ഞാൻ ഇപ്പോഴേ പറഞ്ഞു വെക്കുന്നുണ്ട്. 25,650 മുകളിൽ നാളെ ഒരു ക്ലോസ് വരികയാണെങ്കിൽ നമുക്ക് 25,750 വേണ്ടിയിട്ടുള്ള ഈ ഹൈക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡ് നമുക്ക് നാളെ എടുക്കാം. ഓക്കെ, അതായത് 25,650 മുകളിൽ നല്ലൊരു വിത്ത് വോളിയം ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സെക്ടർ എല്ലാം അപ്പാണ്. ബോർഡർ മാർക്കറ്റ് മൊത്തം എല്ലാം അപ്പാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വ്യൂ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 25,750 ഈ ഒരു ഹൈയിലോട് നമ്മൾ ട്രേഡിന് പോകും. ഓക്കെ, അത്യാവശ്യം നല്ല പോയിന്റ്സ് ഉണ്ട്. അതല്ല, ഈ ഒരു ഏരിയയിൽ നോ ട്രേഡിംഗ് സോണായിട്ട് നമ്മൾ എടുക്കും. നാളെ നോ ട്രേഡിംഗ് സോണായിട്ട് ഈ ഏരിയ നമുക്ക് 100% നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും.
ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും. ബട്ട് ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ ഫസ്റ്റ് ഒരു ഏകദേശം ഒരു 15-30 മിനിറ്റ്സ് നമുക്ക് ഇവിടുന്ന് നല്ലൊരു പ്രൈസ് ആക്ഷൻ കാണുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ താഴെ നമുക്ക് എൻട്രി പോകാം. ഓക്കെ, മാർക്കറ്റ് ഓൾറെഡി 50 EMAയുടെ മുകളിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ജസ്റ്റ് കയറിയിട്ട് അതിന് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ മുകളിൽ 50 EMAയുടെ മുകളിൽ ഷോർട്ട് ടൈം ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കി തരുന്ന 50 EMAയുടെ അടുത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് തിരിച്ച് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ മുകളിൽ നാളെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം ട്രേഡ് ചെയ്യുന്നത് 25,633. ഓക്കെ, മുകളിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ നിഫ്റ്റിയെക്കാട്ടി ഒരുപാട് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. നോക്കാം നമുക്ക് നാളെ നിഫ്റ്റി ഗിഫ്റ്റ് നിഫ്റ്റി എങ്ങനെയായിരിക്കും എന്ന്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണോ അതോ ഒരു നോർമൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണോ എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നാളത്തെ ന്യൂസസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ പുട്ട് കോൾ റേഷ്യോ PCR എന്താണെന്ന് അപ്ഡേറ്റ് ചെയ്യാം. എന്തെങ്കിലും ന്യൂസ് എല്ലാം ഞാൻ ടെലഗ്രാമിൽ ഇന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങളിപ്പം 10:30 നിങ്ങളിപ്പോൾ ഉറങ്ങാൻ പോകുമായിരിക്കും. എൻ്റെ ഡേ ടൈമാണ്. സോ ഞാൻ ഇതെല്ലാം ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ രാവിലെ വന്നിട്ട് അത് ചെക്ക് ചെയ്യൂ. ഓക്കെ, സോ 25,550 മുകളിൽ നമുക്ക് ബുള്ളിഷ് ആവാം. ബിയേഴ്സിലോട്ട് നമുക്ക് നല്ല ട്രേഡ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇതാണ് ഇന്നത്തെ അനാലിസിസ്. ഇന്ന് വേറെ ഒന്നുമില്ല. കാരണം നമ്മുടെ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. 25,300 ആദ്യം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 300-400 റേഞ്ചിൽ നിന്ന് ഒരു പുഷ് വരാൻ ചാൻസ് ഉണ്ട്. അവിടെ വരെ ഫാൾ ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോസിൽ. സോ ഇവിടുന്ന് മുകളിലോട്ട് വന്നിട്ടുണ്ട് മാർക്കറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ്. സോ ഇതൊരു ചിലപ്പോൾ ഒരു ലോവർ ഹൈ ഉണ്ടാക്കിയിട്ട് ഹയർ ലോ ഉണ്ടാക്കിയിട്ട് തിരിച്ച് മാർക്കറ്റ് പുഷ് ചെയ്യും. അപ്പോൾ നമ്മുടെ വ്യൂ ബുള്ളിഷാണ് മാർക്കറ്റിലുള്ളത്. ബിയറിഷിലോട്ട് വരുന്നില്ല. പിന്നെ എല്ലാവർക്കും ഓർത്ത് വെക്കേണ്ട കാര്യം, ബീഹാർ ഇലക്ഷൻ റിസൾട്ട് വരാൻ പോവുകയാണ്. അത് മാർക്കറ്റിൽ നല്ലോണം ഇമ്പാക്റ്റ് ചെയ്യും. സോ നമ്മൾ ഹോൾഡിംഗ് പൊസിഷനൊന്നും ഇപ്പോൾ എടുത്ത് വെക്കണ്ട. ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നവരെ എന്താണ് എന്ന് നമുക്ക് എന്തായാലും വോൾട്ടാലിറ്റി മൂവ്മെൻറ്റ് എന്തായാലും വെള്ളിയാഴ്ച ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പം റിസൾട്ട് നല്ലതാണെങ്കിൽ മാർക്കറ്റ് ചിലപ്പം നല്ല രീതിയിൽ മുകളിലോട്ട് കയറി പോകാൻ ചാൻസ് ഉണ്ട്. എക്സ്പെക്ട് റിസൾട്ട് വന്നില്ല മാർക്കറ്റ് താഴോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. ഇതിനെല്ലാം ചാൻസ് ഉണ്ട്. സോ നോ ഹോൾഡിംഗ് മൂവ്മെൻറ്റ്സ്, ഹോൾഡിംഗ് പൊസിഷൻസ് നോ. സോ ഐ ഹോപ്പ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട്. ബട്ട് തീരെ ആരും സപ്പോർട്ട് വളരെ കുറവാണ്. ഓക്കെ, നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. പിന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഞെക്കുക. ഓക്കെ, പിന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ് ഞാൻ വീഡിയോയിൽ അനാലിസിസ് ചെയ്യുന്നത്. ഇന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്തിട്ടില്ല. ഇന്ന് പ്രത്യേകമൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെയാണ്. അറിയാലോ, സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാവും. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. നാളെ 650 മുകളിൽ ബ്രേക്ക് ചെയ്യാണ് നമ്മൾ മുകളിൽ ട്രേഡ് എടുക്കും. താഴോട്ട് പ്രൈസ് ആക്ഷൻ നോക്കി താഴോട്ട് ട്രേഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്യും ടെലഗ്രാമിൽ. സോ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയുക, ഇത് മാത്രമല്ല ട്രേഡ് പറയുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ന്യൂസസ് കിട്ടും. അവിടെ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ കിട്ടും. നല്ല നല്ല ട്രേഡുകൾ കിട്ടും. നല്ല നല്ല സ്റ്റോക്ക് ഞാൻ അവിടെ ഫിൽട്ടർ ചെയ്തിട്ട് അവിടെ പ്ലേസ് ചെയ്യും. അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ICICI ബാങ്ക് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ICICI ബാങ്ക് നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ഒരു ബ്രേക്ക് ഔട്ടിലാണ് ICICI ബാങ്ക് നിൽക്കുന്നത്. സിങ്ക് ട്രേഡിന് വേണ്ടിയിട്ടാണ് ICICI ബാങ്ക് ഉള്ളത്. സോ ICICI ബാങ്ക് നിങ്ങളൊന്ന് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. സോ ഇത് കണ്ടോ, നല്ലൊരു പൊസിഷനിലാണ്. അപ്പോൾ നാളെ ICICI ബാങ്ക് 1348 1350 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈ ട്രേഡ് കൊടുക്കാം. നല്ല ടാർഗറ്റ് മുകളിലുണ്ടാവും. ഏകദേശം ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. 1371. ഒരു 70 പോയിൻറ്റ് അല്ല ഒരു 30 പോയിൻറ്റ് മുകളിലോട്ട് ടാർഗറ്റ്സ് ഉണ്ട് ICICI ബാങ്കിന്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതൊരു എന്താ ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് എടുത്താൽ മതി. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എൻട്രി എടുക്കുക ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.